നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂൺ കൃഷി ചെയ്തതിന് ശേഷം നമുക്ക് പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ കൂൺകൃഷി ചെയ്യുന്നത് യൂട്യൂബിലെ വീഡിയോകൾ കണ്ടാണ്. യൂട്യൂബിലെ വീഡിയോകൾ കണ്ടതിന് ശേഷം നമ്മൾ കുമരകത്തെ കാർഷിക ഭവനിൽ നിന്നാണ് ആദ്യമായിട്ട് വിത്തെടുത്തത്. ആദ്യമായിട്ട് നമ്മൾ ഒരു 30 പാക്കറ്റ് വിത്താണ് എടുത്തത്. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ആത്മധൈര്യം കാരണം 30 പാക്കറ്റ് വിത്തെടുത്തു. അത് നമ്മൾ ആദ്യം കച്ചിയിലാണ് ചെയ്തത്. കച്ചിയിൽ ചെയ്തതിന് ശേഷം നമുക്ക് 15 ദിവസം കഴിഞ്ഞ് കീറലൊക്കെ ഇട്ട് നമ്മൾ നനച്ചു കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം 30 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അതിൽ കൂൺമുട്ടുകളൊക്കെ മുളച്ചു വരുവാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ 30 പാക്കറ്റ് കൊണ്ട് നമ്മൾ 60 ബെഡാണ് തയ്യാറാക്കിയത്. കച്ചിയിലുള്ള 60 ബെഡാണ് തയ്യാറാക്കിയത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിലാണ് വിളവ് ലഭിച്ചത്. അപ്പോൾ നമ്മൾ തുടക്കത്തിലായതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് ബെഡുകളുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമുക്കത് സെയിലിന് വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. നമ്മുടെ അടുത്തുള്ള ചെറിയ കടകളിലൊക്കെയാണ് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ വീണ്ടും 30 പാക്കറ്റ് വിത്തെടുത്തു. അങ്ങനെ പല പ്രാവശ്യമായിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് ഒരു 500 ബെഡ് വരെ നമ്മൾ ആക്കി. 500 ബെഡ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാത്തിൽ നിന്നും നല്ല രീതിയിൽ തന്നെയാണ് കൂണ് ലഭിച്ചു കൊണ്ടിരുന്നത്. ആദ്യം നമുക്ക് 150 സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂമിലായിരുന്നു നമ്മൾ 100 ബെഡ് ഇട്ടത്. അതിനുശേഷം 250 സ്ക്വയർ ഫീറ്റുള്ള റൂമിലേക്ക് നമ്മൾ മാറി. അങ്ങനെ നമുക്ക് 500 ബെഡ് വരെ നമ്മൾ ചെയ്തെടുത്തു. അങ്ങനെ എല്ലാത്തിൽ നിന്നും നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും നമുക്ക് ഈച്ചയുടെ ശല്യമോ എലിയുടെ ശല്യമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബെഡ് പഴകുന്നതനുസരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ബെഡിലൊക്കെ ഈച്ചയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ സെയിൽ ചെയ്യുന്ന കൂണൊക്കെ കുറച്ച് റിട്ടേണൊക്കെ വരാൻ തുടങ്ങി. ചില സമയത്ത് നമ്മൾ കടയിൽ കൊടുക്കുന്ന കൂണൊക്കെ ഒന്നും തന്നെ ചിലവാകാതെ അത് മുഴുവനായിട്ട് നമുക്ക് റിട്ടേൺ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു. അല്ലാതെ നമുക്ക് കൂണ് ലഭിക്കാതെ അങ്ങനെ ഒരു നഷ്ടം വന്നിട്ടില്ല. കൂണ് ലഭിച്ചതിന് ശേഷം അത് സെയിൽ ചെയ്യാനുള്ള ഒരു മാർഗമില്ലാതെ നമുക്ക് നമ്മുടെ കൂണ് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് നഷ്ടങ്ങളൊക്കെ വന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കൂൺ ബെഡുകളും നമ്മളുടെ കൂണിൻ്റെ റൂം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കാണിക്കുന്നില്ല. നമ്മൾ കൂണിൻ്റെ കൃഷി കുറച്ച് നാളത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. കൂൺ കൃഷി നമ്മൾ നിർത്തിയിട്ട് ഇപ്പോൾ 1 മാസമായിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ നമ്മളുടെ കൂണിൻ്റെ റൂം, വിത്ത് വാങ്ങിക്കുന്നത്, ബെഡ് പാക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അണുനശീകരണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോ ആയിട്ട് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ കൂൺ കൃഷി ലാഭകരമാണ്. കൂണ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മളത് സെയിൽ ചെയ്യാനുള്ള മാർഗം കൂടി നമ്മൾ കണ്ടെത്തണം. അതുപോലെ അണുനശീകരണം, മറ്റ് പ്രാണികളുടെ ശല്യങ്ങൾ ഇവയൊന്നും ഇല്ലാതെ നമ്മൾ കൂണിനെ സംരക്ഷിക്കുകയാണെങ്കിൽ നല്ല ഒരു വരുമാനം കിട്ടുന്ന ഒരു കൃഷി കൂടിയാണ് ഇത്. വളരെ കുറഞ്ഞ ചെലവിൽ കൂൺകൃഷി തുടങ്ങുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന റൂമിൽ പ്രാണിശല്യങ്ങളോ മറ്റ് കീടങ്ങളുടെ ശല്യങ്ങളോ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അതുപോലെ അണുനശീകരണം നല്ല രീതിയിൽ നടത്തുകയും ചെയ്യണം. അങ്ങനെ സംരക്ഷിച്ചാൽ നമുക്ക് ലാഭകരമായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.